ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. SSC പ്രീമിയം ബാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സെഷനിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ ബേസിക് ഇല്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷനും ഇവിടെ ആവശ്യമില്ല. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സിനെ കുറിച്ചാണ്. അതായത് എക്കോണമി നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യനായിട്ടും അതുപോലെ തന്നെ പല ഓപ്ഷൻസിനകത്തും വേറിയസ് ടൈപ്സ് ഓഫ് ഗുഡ്സിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വേറിയസ് ടൈപ്സ് ഓഫ് ഗുഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സിനകത്ത് ദ ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് ഗുഡ്സ്. സോ എക്കോണമിയിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി ഈസ് പബ്ലിക് ഗുഡ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് ഗുഡ്സ്? എന്താണ് പബ്ലിക് ഗുഡ്സ്? സോ പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ ഡ്രൈവ്ലെസ് ഗുഡ്സ്. ആ ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പബ്ലിക് ഗുഡ്സ്. സോ പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഒരു സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും എന്താണ്? അവൈലബിൾ ആണ്. അതായത് സൊസൈറ്റിയിൽ എത്ര പേരുണ്ടോ അത്രയും മെമ്പേഴ്സിനും ഈ ഗുഡ്സ് എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോ പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ആൻഡ് ഈ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത് ടാക്സസിൽ നിന്നായിരിക്കും. അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഈ ഗുഡ്സ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന്, എല്ലാ മെമ്പേഴ്സിനും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് പബ്ലിക് ഗുഡ്സിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് രണ്ടാമത്തത് നോൺ ഡ്രൈവ്ലറി. അതായത് നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ ഡ്രൈവ്ലറസ് ഗുഡ്സ് ആണ് പബ്ലിക് ഗുഡ്സ്. ഇനി എന്താണ് ഈ നോൺ എക്സ്ക്ലൂഡബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്? സോ വാട്ട് ഡു മീൻ ബൈ ദിസ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി? ഇപ്പോൾ നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല? ടാക്സ് പേ ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഇൻഡിവിജ്വൽസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്യുന്ന പബ്ലിക് ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പബ്ലിക് ഗുഡ്സിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റോഡ്സ്. അതായത് ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്യുന്ന റോഡ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് കൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രിഡ്ജസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാറുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ്, ഇതെല്ലാം എന്താണ്? പബ്ലിക് ഗുഡ്സ് ആണ്. ഇത് സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സസിൽ നിന്നാണ്. അപ്പോൾ പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ഈ നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ വളരെ കുറച്ച് ഇൻഡിവിജ്വൽസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സ് പേ ചെയ്യുന്നുള്ളൂ. ഈ ടാക്സ് മണി യൂസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഈ റോഡ്സും ബ്രിഡ്ജസും സ്ട്രീറ്റ് ലൈറ്റ്സും എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണോ ഈ റോഡ്സ് യൂസ് ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നവർ മാത്രമാണോ ബ്രിഡ്ജസ് യൂസ് ചെയ്യുന്നത്? അല്ല, ഇതെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടാക്സ് കൊടുക്കുന്നവരും ടാക്സ് കൊടുക്കാത്തവരും എല്ലാം ഈ പബ്ലിക് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഈ പബ്ലിക് ഗുഡ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനോ എക്സ്ക്ലൂഡ് ചെയ്യാനോ സാധിക്കില്ല. അതായത് ടാക്സ് നിങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ട് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല എന്നെന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ആരോടും പറയാനായിട്ട് പറ്റില്ല. ഇതിനെയാണ് നമ്മൾ നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഡു മീൻ ബൈ നോൺ എക്സ്ക്ലൂഡബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗുഡ്സ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒരാളെയും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് അവർ ടാക്സ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പബ്ലിക് ഗുഡ്സ് ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത്? നോൺ റൈവലറി എന്ന് പറയുന്നത്. അപ്പോൾ നോൺ റൈവലറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പബ്ലിക് ഗുഡ്, അതായത് പബ്ലിക് ഗുഡ്സിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ റോഡാണ്. അപ്പോൾ ഈ റോഡിൽ കൂടി ഒരാൾ നടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന ഒരാൾക്ക് ഈ റോഡിൻ്റെ ആക്സസിബിലിറ്റി എന്ത് ചെയ്യുന്നില്ല? കുറയുന്നില്ല. അതായത് ഒരാൾ റോഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ റോഡ് യൂസ് ചെയ്യാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. അതായത് റോഡ് എന്ത് ചെയ്യുന്നില്ല? എന്താണ്? ഡിപ്ലീറ്റ് ഒന്നും ചെയ്തു പോകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ കേസ് എടുക്കുക. സോ നിങ്ങളൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ എടുക്കുക. സോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഒരാൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലിരുന്ന് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കുറേ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് ലൈറ്റ് കുറവൊന്നും കിട്ടില്ല. സെയിം എമൗണ്ട് ഓഫ് ലൈറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നോൺ റൈവലറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഈ ഗുഡ് യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നില്ല? അവൈലബിലിറ്റി കുറയുന്നില്ല. അവർക്കും സെയിം എമൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോൺ റൈവലറി എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്.
ഈ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഇതിനുള്ള ഫണ്ട് കിട്ടുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സസിൽ നിന്നാണ്. ആൻഡ് പബ്ലിക് ഗുഡ്സിൻ്റെ മെയിൻ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് രണ്ടാമത്തെ ആണെന്ത് നോൺ റൈവലറി എന്ന് പറയുന്നത്. നോൺ എക്സ്ക്ലൂഡബിലിറ്റി മീൻസ് ഈ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നോൺ റൈവലറി മീൻസ് ഒരാൾ ഈ ഒരു ഗുഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വരുന്ന ഒരാൾക്ക് ഈ ഗുഡിൻ്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, റെഡ്യൂസ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പബ്ലിക് ഗുഡ്സ്. ഇനി വരാൻ പോകുന്ന എല്ലാ SSC എക്സാമിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ എല്ലാ എക്സാമിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ദിശ അക്കാഡമിയുടെ SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ SSC എക്സാംസിൻ്റെയും പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് ആൻഡ് കമ്പൈൻഡ് ബാച്ചാണ്. അതായത് ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷനാണ്. അതായത് നിങ്ങൾ 10th ലെവൽ SSCയുടെ 10th ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം എഴുതുന്നവരായിക്കോട്ടെ, ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം എഴുതുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ എക്സാമിനും വേണ്ടിയിട്ടുള്ള സിലബസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോഴ്സാണ് ദിശ അക്കാഡമിയുടെ SSC പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 4,999. സോ 4,999 അണ്ടർ 5,000 റുപ്പീസ് മാത്രമേ ഒരു കോഴ്സിന് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. ഓറിയൻറ്റേഷൻ സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ലേറ്റ് ആയിട്ടുള്ള നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള, അതായത് എക്കോണമിയുടെ ഇതുപോലെയുള്ള ഫ്രം ദ ബേസിക് ലെവലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇനി നിങ്ങൾ നോക്കുന്നത് SSC അല്ല, വരാൻ പോകുന്ന റെയിൽവേ എക്സാംസ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ റെയിൽവേ എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതാണ് RRB പ്രീമിയം ബാച്ച് എന്ന് പറയുന്നത്. അതായത് റെയിൽവേയുടെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മുതൽ ഡിഗ്രി ലെവൽ ഓർ ഗ്രാജുവേറ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സിലബസ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇതൊരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ 1 കോഴ്സ് ഫോർ ഓൾ എക്സാം എന്നുള്ള ഒരു കോഴ്സാണ്. ഈ ഒരു കോഴ്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് 4,500 റുപ്പീസ് മാത്രമാണ് ഈ ഒരു കോഴ്സിന് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്താണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. അപ്പോൾ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ല നിങ്ങൾ ജോയിൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെഷീൻസും ഫാക്ടറീസും ഇൻസ്ട്രുമെൻസും ബിൽഡിങ്സും എല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, സേ ഫോർ എക്സാമ്പിൾ ഒരു ഷർട്ട്, നിങ്ങളൊരു ഷർട്ട് മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഷർട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെഷീൻസിൻ്റെ ആവശ്യമുണ്ട്, ബിൽഡിങ്സിൻ്റെ ആവശ്യമുണ്ട്, ടൂൾസിൻ്റെ ആവശ്യമുണ്ട്, മറ്റൊരുപാട് എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോങ് ടേം അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഫിസിക്കൽ അസറ്റ്സ് ലൈക്ക് മെഷീൻസ്, ബിൽഡിങ്സ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്യൂറബിൾ ആയിട്ടുള്ള, അതായത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന, ലോങ് ടേമിൽ ലാസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ അസറ്റ്സ് ആയിട്ടുള്ള മെഷീൻസ്, ബിൽഡിങ്സ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമേഴ്സ് ഒന്നും തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്ക് ഈ മെഷീൻസിൻ്റെ ഫാക്ടറീസിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഗുഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നില്ല. ഈ ക്യാപിറ്റൽ
ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ക്യാപിറ്റൽ ഗുഡ്സ്. നെക്സ്റ്റ് അടുത്ത കാറ്റഗറിയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയാം. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ എക്സാമ്പിൾ എടുക്കാം. സോ സ്റ്റീലിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റീല് മെയിനായിട്ട് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. സോ സ്റ്റീൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ്. അതായത് ഓട്ടോമൊബൈൽസിൻ്റെ, കാർസിൻ്റെയും ബൈക്സിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സ്റ്റീല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റീല് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ കൺസ്യൂം ചെയ്യുന്നില്ല. പകരം ഈ സ്റ്റീൽ യൂസ് ചെയ്ത് ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആണ്. സോ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി റോ മെറ്റീരിയൽസ് ആയിരിക്കും. ഈ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് കൺസ്യൂമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല നമ്മൾ കൺസ്യൂമേഴ്സിന് സെല് ചെയ്യുന്നില്ല. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫ്ലോറിൻ്റെ കേസ് എടുക്കുക, അതായത് മാവ്. ഇപ്പോൾ ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണോ ഒക്കെ മേക്ക് ചെയ്യുന്ന ഫ്ലോറിൻ്റെ കേസ് എടുക്കുക, മാവിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ ഈ ഫ്ലോറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല കൺസ്യൂമേഴ്സിന് സെല് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലോർ മിൽ ഓണർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഒരു ഫ്ലോർ മിൽ ഓണർ ഉണ്ട്. ഈ ഒരു ഫ്ലോർ മിൽ ഓണർ അയാളുടെ മില്ലിൽ ഒരുപാട്, അതായത് അത്യാവശ്യം ഫ്ലോർ എന്ത് ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഫ്ലോർ വാങ്ങുന്നത് ഒരു ബേക്കറി ഷോപ്പ് ഓണർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബേക്കറിക്കാരനായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോർ പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ബേക്കറിക്കാരൻ ഈ ഫ്ലോർ വെച്ചിട്ട് എന്ത് ചെയ്യും ബ്രെഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് മേക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ബ്രെഡാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത് ബ്രെഡാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണെന്ത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ ഇത് എന്ത് ചെയ്യാറില്ല എൻഡ് കസ്റ്റമറിന് അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമറിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറില്ല അങ്ങനെ സെല്ല് ചെയ്യാറില്ല. ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ, അതായത് കാറിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോർ എന്ന് പറയുന്നതാണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. അതുപോലെ തന്നെ ഒരു വുഡൻ ചെയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു വുഡൻ ലോഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു തടിയുടെ കസേര പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു തടി കഷ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വുഡൻ ലോഗ് എന്താണ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഓഫ് ഗുഡ് ആണെന്ത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫിനിഷ് ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഫൈനലി കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പ്രൊഡക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഫിനിഷ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ പ്രോസസ്സസ് ഉണ്ടോ ആ പ്രോസസ്സസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്, അതായത് ഫൈനൽ കസ്റ്റമറിന് സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഈ ഒരു ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഫിനിഷ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഷർട്ട്. ഇപ്പോൾ ഷർട്ടിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫാമർ അയാളുടെ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്ത കോട്ടൺ ഒരു ടെക്സ്റ്റൈൽ മില്ലിലേക്ക് എത്തുന്നു. ഇത് ഫൈബേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഫൈബറിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഷർട്ടാക്കി മാറ്റുന്നു. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്തു ഇത് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സും എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഷർട്ട് ഫൈനൽ കസ്റ്റമറിന് സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഫൈനൽ ഗുഡ്സ് അല്ലെ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഇപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഫൈനൽ കസ്റ്റമറിനെ സെല്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന പ്രൊഡക്ട്സിനെ വിളിക്കുന്ന പേരാണെന്ത് ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് നോർമൽ ഗുഡ്സ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ് ഈസ് നോർമൽ ഗുഡ്സ്. ഇപ്പോൾ നോർമൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡിനെ വിളിക്കുന്ന പേരാണെന്ത് നോർമൽ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് പെർ മന്ത് ഒരു 2000 rupees ആണെന്ന് വിചാരിക്കുക.
അപ്പം നിങ്ങളുടെ ഇൻകം വെച്ചിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു ഷർട്ട്, അതായത് ഒരു 400 അല്ലെങ്കിൽ 500 റുപ്പീസ് വില വരുന്ന ഒരു ഷർട്ട് എന്ത് ചെയ്യാറുള്ളൂ, നിങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. സോ നിങ്ങളുടെ ടോട്ടൽ ഇൻകം, ഒരു മാസത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2000 റുപ്പീസ് ആണ്. ഈ ഒരു 2000 റുപ്പീസിൻ്റെ ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് ഒരു മാസം ഒരു ഷർട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ ഇൻകം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി എന്ത് ചെയ്യുന്നു, ഹൈക്ക് ചെയ്ത് തരുന്നു, ഇൻക്രീസ് ചെയ്ത് തരുന്നു. നിങ്ങളുടെ സാലറി 10,000 റുപ്പീസായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു മന്തിൽ ഒരു 3 ഷർട്ടോ 4 ഷർട്ടോ വരെ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതായത് കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്തതനുസരിച്ച് ഇവിടെ ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ഷർട്ടിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന ഇങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഗുഡ്സ്. സോ കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഈ ഗുഡ്സിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റീസ് പർച്ചേസ് ചെയ്യും, അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഗുഡ്സ്. ഇപ്പോൾ ബ്രാൻഡഡ് അപ്പാരൽസ്, അതായത് ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ കേസ് എടുക്കുക. നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ നിങ്ങൾ നോൺ ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ബ്രാൻഡഡ് ഐറ്റംസ് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ വെക്കേഷൻസ്, നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു വെക്കേഷനേ പോകത്തുള്ളൂ. അതേസമയം നിങ്ങൾക്ക് നല്ല ഇൻകം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, 3 മാസം കൂടുമ്പോൾ ചിലപ്പോൾ വെക്കേഷന് പോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് 15K ബഡ്ജറ്റ് അല്ലെ 15K ബഡ്ജറ്റുള്ള മൊബൈൽ ഫോൺ ആയിരിക്കും. അതേസമയം നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളൊരു 30K വരെ ബഡ്ജറ്റുള്ള 30,000 വരെ ബഡ്ജറ്റുള്ള ഫോൺ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം കുറവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരിക്കലായിരിക്കും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. അതേസമയം നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഴ്ചയും എന്ത് ചെയ്യും, ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കും. സോ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ that type of goods are called as normal goods. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ആസ് ഇൻഫീരിയർ ഗുഡ്സ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ലോവർ ക്വാളിറ്റിയിലുള്ള ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കും. അതായത് വളരെ വളരെ ഹൈ പ്രൈസുള്ള അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ആഗ്രഹിക്കുന്ന ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ലോവർ ക്വാളിറ്റി ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് ആയിരിക്കും ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ഇൻകം ഒരു 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കട്ടെ. നിങ്ങളുടെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആട്ട പർച്ചേസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കണം. അപ്പോൾ ചപ്പാത്തി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ആട്ടയുടെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു 100 റുപ്പീസ് കയ്യിലുള്ള നിങ്ങൾ എന്തേ ചെയ്യുള്ളൂ, തൊട്ടടുത്തുള്ള ഒരു പലചരക്ക് കടയിലേ ചെല്ലുള്ളൂ. ആൻഡ് അവിടെ ചെന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ലൂസ് ആട്ടയായിരിക്കും. കാരണം ലൂസ് ആട്ടയ്ക്കാണ് എന്തുള്ളത്, ഏറ്റവും ചീപ്പർ റേറ്റ് ഉള്ളത്, അതായത് ഏറ്റവും കുറവ് റേറ്റ് ഉള്ളത് ഈ ഒരു ലൂസ് ആട്ടയ്ക്കാണ്. സപ്പോസ് നിങ്ങളുടെ ഡെയിലി ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസായിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ആൻഡ് നിങ്ങൾ ഇനി ആട്ട പർച്ചേസ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള പലചരക്ക് കടയിലായിരിക്കില്ല പോകുന്നത്, നിങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കും പോകുന്നത്. ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് ആട്ടയായിരിക്കും എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്, കസ്റ്റമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അയാൾ ലോ ക്വാളിറ്റി ചീപ്പർ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് എന്ത് ചെയ്തു, ഹയർ ക്വാളിറ്റി ബ്രാൻഡഡ് ഐറ്റത്തിലേക്ക് സ്വിച്ച് ചെയ്തു. അങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ ഈ ഒരു ചീപ്പർ ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഐറ്റത്തിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ലോ ക്വാളിറ്റി ചീപ്പർ ഓൾട്ടർനേറ്റീവ്സിനെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ കസ്റ്റമറിൻ്റെ ഓർ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആർ കോൾഡ് ആസ് ഇൻഫീരിയർ ഗുഡ്സ്. ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ലോവർ ക്വാളിറ്റി, അതായത് ക്വാളിറ്റി കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ് ടു മോർ ഡിസയറബിൾ ഹൈ ഇൻകം ഗുഡ്സ്. അതായത് കൂടുതൽ ജനങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റങ്ങളുടെ ലോ ക്വാളിറ്റി ചീപ്പ് ഓൾട്ടർനേറ്റീവ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യും. അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ ഈ ചീപ്പർ ഓൾട്ടർനേറ്റീവ്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, താഴെ പോകും.
ഇനി വേറെ എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ പറയാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു 100 റുപ്പീസ് ഞാൻ തന്നിട്ട് നിങ്ങളോട് അടുത്തൊരു സ്ഥലം വരെ പോകാനായിട്ട് ഞാൻ പറയുന്നു. ആ സ്ഥലം അത്യാവശ്യം ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് ആവും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു 100 റുപ്പീസ് തന്നു. 100 റുപ്പീസ് തന്നിട്ട് ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്ത് പോകാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ 100 റുപ്പീസേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബസ്സായിരിക്കും. ബസ്സിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ഥലം വരെ പോകാനായിട്ട് പോകുന്നത്. ആൻഡ് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 1000 റുപ്പീസ് ഞാൻ വെച്ച് തന്നിട്ട് ഒരു 30 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം വരെ പോകാനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഊബർ എന്ത് ചെയ്യും, എടുക്കും. അതിൻ്റെ റീസൺ എന്താ, നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു. നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങൾ ലോ ക്വാളിറ്റി ചീപ്പർ ഓൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്തു, ഹൈ ഇൻകം അല്ലെങ്കിൽ മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ഐറ്റത്തിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ചീപ്പർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, അവിടെ കുറഞ്ഞു. സോ ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഫീരിയർ ഗുഡ്സ്. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണ് ഗിഫൻ ഗുഡ്സ്. സോ ഗിഫൻ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗിഫൻ ഗുഡ്സ് എന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് തന്നെയാണ്. സോ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നതും ഇതൊരു ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് തന്നെയാണ്. അതായത് നോൺ ലക്ഷറി ഐറ്റം ആണ്. ലക്ഷറി ഐറ്റം അല്ല, നോൺ ലക്ഷറി ഐറ്റം ആണ്. സോ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് ആണ്, നോൺ ലക്ഷറി ആയിട്ടുള്ള ഗുഡ്സ് ആണ്. ഇനി ഗിഫൻ ഗുഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ ഈ ഗുഡ്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാണ് പ്രത്യേകത. സോ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് ആണ്, നോൺ ലക്ഷറി ഗുഡ്സ് ആണ്. ഈ ഒരു ഗുഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്. സോ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇനി പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. ഞാൻ പക്ഷേ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ലോ ഓഫ് ഡിമാൻഡിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കത്തേ ഉള്ളൂ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ലോ ഓഫ് ഡിമാൻഡ് പറയുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇപ്പം നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കുക. ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സാധനം എന്ത് ചെയ്യും, കുറച്ച് മാത്രമേ മേടിക്കുള്ളൂ. സോ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതേസമയം ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. സോ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 200 റുപ്പീസ്. സോ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു 200 റുപ്പീസ് തന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് പറയുന്ന ഓറഞ്ചാണ്. ആൻഡ് ഓറഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന മാർക്കറ്റിൽ പെർ kg 60 റുപ്പീസാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ 200 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് 3 കിലോ ഓറഞ്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂ. സപ്പോസ് മാർക്കറ്റിൽ ഈ ഒരു ഓറഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പെർ kg 30 റുപ്പീസ്, 1 കിലോയ്ക്ക് 30 രൂപയായിട്ട് ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യും, 6 കിലോ ഓറഞ്ച് പർച്ചേസ് ചെയ്യും. അതായത് ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യും, ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സാധനം എക്സ്പെൻസീവായിട്ട് മാറി, ആൾക്കാർ കുറച്ചേ പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. സോ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നതനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് വയലേറ്റ് ചെയ്യുന്ന ഗുഡാണെന്ത്, ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നോർമലി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. പക്ഷേ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇതെന്ന് പറയുന്നതാണ് ലോ ഓഫ് ഡിമാൻഡിന് ഒരു എക്സെപ്ഷനാണ്. ഇനി എന്തൊക്കെയാണ് ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള റൈസ്, പൊട്ടറ്റോസ്, ബ്രെഡ് എക്സെട്ര, ഇതൊക്കെയാണ് എന്ത്, ഗിഫൻ ഗുഡ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. സോ സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള റൈസ്, പൊട്ടറ്റോ, ബ്രെഡ് എക്സെട്ര, ഇതൊക്കെയാണ് ഗിഫൻ ഗുഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയാം. അല്ലെങ്കിൽ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും, സോ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് നിങ്ങളൊരു ലോ ഇൻകം ഫാമിലിയാണ്. അതായത് നിങ്ങൾ വളരെ കുറച്ച് ഇൻകം മാത്രമുള്ള ഒരു ഫാമിലിയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു 5 പേരുണ്ട്.
ആൻഡ് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. സോ നിങ്ങൾ 5 പേരുള്ള ഫാമിലിയാണ്. നിങ്ങൾ 5 പേരുള്ള ഫാമിലിയിലെ ഒരു മാസത്തെ ഇൻകം എന്ന് പറയുന്നത്, ടോട്ടൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. ഈ 1000 റുപ്പീസ് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ആ ഒരു എൻ്റയർ മാസത്തേക്കുള്ള റേഷൻ എന്ത് ചെയ്യാൻ, മേടിക്കാനായിട്ട്. ആൻഡ് നിങ്ങൾക്ക് 5 പേർക്കും വയറ് നിറച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റൈസ് ആവശ്യമാണ്. സോ നിങ്ങൾ 3 ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് മേടിക്കുന്നത്: റൈസ്, വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ റൈസ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം, വെജിറ്റബിൾസ് കുറച്ച് വേണം, മീറ്റ് കുറച്ച് വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങളുടെ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന റൈസാണ്, പിന്നീട് പർച്ചേസ് ചെയ്യുന്ന വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് മീറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ബഡ്ജറ്റ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബഡ്ജറ്റിൽ 1000 റുപ്പീസ് ഉള്ള നിങ്ങളുടെ ഫാമിലി ഇൻകത്തിലെ ചിലപ്പോൾ ഒരു 700 റുപ്പീസ് നിങ്ങൾ റൈസിന് വേണ്ടി ചിലവാക്കും, ഒരു 200 റുപ്പീസ് നിങ്ങൾ വെജിറ്റബിളിന് വേണ്ടി ചിലവാക്കും, ആൻഡ് ഒരു 100 റുപ്പീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മീറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. സപ്പോസ് മാർക്കറ്റിൽ ഗുഡ്സിൻ്റെ എല്ലാം പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക, ഇൻക്ലൂഡിങ് റൈസ്. അതായത് റൈസിൻ്റെ അടക്കം പ്രൈസ് എന്ത് ചെയ്തു, മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇനി നേരത്തെ 700 റുപ്പീസിൽ നോർമലി മേടിച്ചുകൊണ്ടിരുന്ന അത്രയും റൈസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അത്രയും റൈസ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റൂ. സേ ഫോർ എക്സാമ്പിൾ, ഈ ഒരു 700 റുപ്പീസിന് നിങ്ങൾ 10 കിലോ റൈസാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മാസത്തേക്ക് 5 പേരുള്ള നിങ്ങളുടെ ഫാമിലിക്ക് 10 കിലോ റൈസ് കിട്ടിയേ പറ്റുള്ളൂ. മാർക്കറ്റിൽ എന്ത് ചെയ്തു, റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇനി 700 റുപ്പീസിന് നിങ്ങൾക്ക് 10 കിലോ റൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, 9 കിലോ വല്ലതും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 10 കിലോ കിട്ടിയാലേ നിങ്ങൾക്ക് ഒരു മാസം സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഫുഡ് കഴിക്കാനായിട്ട് പറ്റൂ. അപ്പം നിങ്ങൾ നോർമലി എന്തായിരിക്കും ചെയ്യുന്നത്, ഈ മീറ്റ് എന്ത് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് അങ്ങ് കളയും. എന്നിട്ട് ആ മീറ്റിന് ചിലവാക്കുന്ന പൈസയും കൂടെ എടുത്ത് എന്ത് ചെയ്യും, നിങ്ങൾ റൈസ് പർച്ചേസ് ചെയ്യും. അതായത് ലോ ഇൻകം ഫാമിലി, അവർക്കൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലോ ബഡ്ജറ്റാണുള്ളത്. ആ ബഡ്ജറ്റിൽ അവർ 3 കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്: റൈസ്, വെജിറ്റബിൾസ്, മീറ്റ്. റൈസാണ് കൂടുതൽ ക്വാണ്ടിറ്റി, അതിനുശേഷം വെജിറ്റബിൾസ്, ദെൻ മീറ്റ്. സപ്പോസ് മാർക്കറ്റിൽ റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നേരത്തെ എമൗണ്ടിന് അത്രയും കിട്ടുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ കിട്ടില്ല. പക്ഷേ നേരത്തെ എത്ര ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ 700 റുപ്പീസ്, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക, 1000 റുപ്പീസ് ആയിരുന്നു നിങ്ങളുടെ ബഡ്ജറ്റ്. അതിൽ 700 റുപ്പീസിന് നിങ്ങൾ റൈസ് പർച്ചേസ് ചെയ്യുന്നു. 700 റുപ്പീസിന് നിങ്ങൾക്ക് 10 kg റൈസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഇനി 700 റുപ്പീസിന് 10 കിലോ കിട്ടില്ല, 9 കിലോ കിട്ടും. പക്ഷേ 10 കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പേർക്കും ഒരു മാസം കറക്റ്റായിട്ട് തള്ളി നീക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മീറ്റ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള മീറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. എന്നിട്ട് ആ പൈസയും കൂടെ എന്ത് ചെയ്യും, റൈസ് പർച്ചേസ് ചെയ്യും. അതായത് ഇവിടെ റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്, കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള മീറ്റ് നിങ്ങൾ ഒഴിവാക്കി, ആ പൈസയ്ക്കും കൂടെ എന്ത് ചെയ്തു, റൈസ് പർച്ചേസ് ചെയ്തു. അപ്പോൾ റൈസ് എന്ത് ചെയ്തു, നിങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്തു. എങ്ങനെ, വേറൊരു സാധനം കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നിങ്ങൾ ചെയ്തത് വേറൊരു ഐറ്റം കട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതേ റൈസ് എന്ത് ചെയ്തു, കൂടുതൽ പർച്ചേസ് ചെയ്തു. സോ ഇവിടെ റൈസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടും എന്ത് ചെയ്തു, നിങ്ങൾ കൂടുതൽ റൈസ് പർച്ചേസ് ചെയ്തു. ഇതാണ് ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗിഫൻ ഗുഡ്സിൻ്റെ കേസ്, ഗിഫൻ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫീരിയർ ഗുഡാണ്. അതായത് ലോ ക്വാളിറ്റി, ചീപ്പറായിട്ടുള്ള ഗുഡാണ്. അതുപോലെ ഒരു നോൺ ലക്ഷറി ഐറ്റമാണ്. ഈ ഒരു ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി ഗിഫൻ ഗുഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗിഫൻ ഗുഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുഡിനെ ഗിഫൻ ഗുഡ് എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഫീരിയർ ഗുഡ്. ഒരു ഇൻഫീരിയർ ഗുഡിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഗിഫൻ ഗുഡ്സിൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ഉള്ളൂ. സോ ഒരു ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൾവേസ് ബി എ ഇൻഫീരിയർ ഗുഡ്. ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്ന ലാർജ് ബഡ്ജറ്റ് ഷെയർ. സോ ഒരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൻ്റെ ലാർജ് പോർഷനും ഈ ഒരു ഗുഡായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒക്കുപ്പൈ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 1000 റുപ്പീസ് മന്ത്ലി ഇൻകം ഉള്ളൊരു ഫാമിലി, അവരുടെ ഫാമിലിയിൽ 700 റുപ്പീസും അവർ റൈസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറ്റി വെച്ചിരിക്കുന്നത്. 200 റുപ്പീസ് വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് 100 റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്, മീറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൻ്റെ മേജർ പോർഷനും ഒക്കുപ്പൈ ചെയ്യുന്ന എന്തായിരിക്കും, ഈ ഒരു ഗിഫൻ ഗുഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഗിഫൻ ഗുഡിന് എന്ത് കാണില്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ കാണില്ല. അതായത് റൈസിന് വില കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ കാണില്ല.
സോ റൈസിന്, അതായത് ഈ ഒരു റൈസിന് വേറെ എന്ത് കാണില്ല, ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒരു ചീപ്പായിട്ടുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേറെ കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റൈസ് തന്നെ പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനൊന്നും ഇല്ല. സോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി എന്താണ്, ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഗിഫൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഓൾവേസ് ബി ആൻ ഇൻഫീരിയർ ഗുഡ്. ഒരു ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും ഗിഫൻ ഗുഡ് എന്ന് പറയുന്നത്, ഒരു ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റിൻ്റെ ലാർജ് പോർഷൻ ഒക്കുപ്പൈ ചെയ്യുന്നതും ഒരു ഇൻഫീരിയർ ഗുഡ് ആയിരിക്കും. ഇതിനെന്ത് കാണില്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ കാണില്ല. സോ ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ എന്തില്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും തന്നെ കാണില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഗിഫൻ ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള റൈസ്, പൊട്ടറ്റോസ്, ഇതൊക്കെയാണ് എന്ത് ഗിഫൻ ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അടുത്ത ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഗുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ രണ്ട് ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പറയുന്നത്. അപ്പോൾ രണ്ട് റിലേറ്റഡ് ഗുഡ്സിനെ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഗുഡ്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയാൻ സാധിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണത്തിൻ്റെ, അതായത് ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, സോ പ്രൈസ് ഇൻക്രീസ് ഓഫ് വൺ ഗുഡ്, അതായത് ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് മറ്റൊരു ഗുഡിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, സോ ഡിമാൻഡ് ഓഫ് ദി സെക്കൻഡ് ഗുഡ്. സോ ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗുഡിൻ്റെയും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ഗുഡ്സ് ഉണ്ട്. സോ രണ്ട് റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഗുഡിൻ്റെ, സെക്കൻഡ് ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടീയും കോഫിയും എടുക്കുക. നിങ്ങൾക്ക് ടീ ഇഷ്ടമാണ്, അതുപോലെ തന്നെ കോഫി ഇഷ്ടമാണ്, രണ്ടും ഒരേപോലെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നുമില്ല, നിങ്ങൾ എന്ത് കിട്ടിയാലും ഓക്കെയാണ്. സപ്പോസ് മാർക്കറ്റിൽ ടീയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്, അതുപോലെ തന്നെ കോഫിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതായിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അപ്പോൾ കുടിക്കാൻ തോന്നുന്നത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കുടിക്കുന്നത്. സപ്പോസ് നാളെ ഒരു ദിവസം മാർക്കറ്റിൽ ടീയുടെ പ്രൈസ് 20 റുപ്പീസായിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതേസമയം കോഫിയുടെ പ്രൈസിനകത്ത് ചേഞ്ച് ഒന്നുമില്ല, 10 റുപ്പീസ് തന്നെയാണ്. അതായത് ഇവിടെ ടീയുടെ പ്രൈസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, ബട്ട് കോഫിയുടെ പ്രൈസിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ടീ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീ കുടിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, കോഫിയിലേക്ക് സ്വിച്ച് ചെയ്തു. അതായത് അവർ കോഫി കുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വിച്ച് മീൻസ് കോഫി കുടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതായത് ഇവിടെ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റിലേറ്റഡ് ഗുഡ് ആയിട്ടുള്ള കോഫി കുടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇവിടെ ടീയുടെ പ്രൈസ് 10 റുപ്പീസിൽ നിന്ന് 20 റുപ്പീസായിട്ട് ഇൻക്രീസ് ചെയ്തു. ടീ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീ കുടിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, കോഫിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ കോഫി കുടിക്കുന്നവരുടെ എണ്ണം കൂടി, കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഇവിടെ കോഫിയുടെ ഡിമാൻഡ് കൂടാനുള്ള റീസൺ എന്ന് പറയുന്നത് ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. നെക്സ്റ്റ്, അടുത്ത ടൈപ്പ് ഓഫ് ഗുഡാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഇവിടെയും രണ്ട് റിലേറ്റഡ് ഗുഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ രണ്ട് റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഗുഡിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. സോ ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഗുഡിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അതായത് ഈ രണ്ട് ഗുഡ്സും ഒരേപോലെ, അല്ലെങ്കിൽ എന്താണ്, ഈ രണ്ട് ഗുഡ്സിനും ഒരുമിച്ചിരുന്നാലേ എന്തുള്ളൂ, എക്സിസ്റ്റൻസ് ഉള്ളൂ. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. സോ എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ, പെന്നും ഇങ്കും. സോ പെന്നിൻ്റെയും ഇങ്കിൻ്റെയും കേസ് എടുക്കുക. അപ്പോൾ സപ്പോസ് മാർക്കറ്റിൽ പെന്നിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്തു, പെൻ എക്സ്പെൻസീവ് ആയിട്ട് മാറി. ആൾക്കാർ പെൻ വാങ്ങിക്കുന്നത് എന്ത് ചെയ്തു, കുറച്ചു.
ആൾക്കാർ പെൻ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് ഇങ്കിൻ്റെ ആവശ്യമുണ്ടോ? ഇങ്കിൻ്റെ ആവശ്യമില്ല. സോ ഇങ്ക് വാങ്ങുന്നതും കുറയും. സോ ഇങ്കിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ മാർക്കറ്റിൽ പെന്നിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ആൾക്കാർ പെൻ വാങ്ങുന്നത് നിർത്തി. ആൾക്കാർ പെൻ വാങ്ങുന്നില്ല, സോ മഷിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. സോ മഷി വാങ്ങുന്നതും നിർത്തുന്നു. സോ മഷിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. സോ പെന്നിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അതുവഴി എന്ത് ചെയ്തു? ഇങ്കിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഷൂവും അതുപോലെ തന്നെ സോക്സും. സപ്പോസ് മാർക്കറ്റിൽ ഷൂവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഷൂ വളരെയധികം എക്സ്പെൻസീവായിട്ട് മാറി. ആൾക്കാർ ഷൂ വാങ്ങുന്നത് എന്ത് ചെയ്തു? നിർത്തി. ആൾക്കാർ ഷൂ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സോക്സിൻ്റെ ആവശ്യമില്ല. സോ ആൾക്കാർ സോക്സ് വാങ്ങുന്നത് നിർത്തും. സോ സോക്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇവിടെ സോക്സിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള റീസൺ റിലേറ്റഡ് ഗുഡ് ആയിട്ടുള്ള ഷൂവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. ഷൂവിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഷൂ എക്സ്പെൻസീവായിട്ട് മാറി, ആൾക്കാർ ഷൂ വാങ്ങുന്നത് നിർത്തി. ആൾക്കാർ ഷൂ വാങ്ങിയില്ലെങ്കിൽ പിന്നെ അവിടെ സോക്സിൻ്റെ ആവശ്യമില്ല. സോ ആൾക്കാർ സോക്സ് വാങ്ങുന്നത് നിർത്തും. സോക്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് ഗുഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സർട്ടൺ ടൈപ്പ് ഓഫ് ഗുഡ്സ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.